എങ്ങോട്ടാണ് ഈ പൈപ്പൊക്കെ ഇട്ട് ആട്ടിത്തുള്ളി പോണേന്നല്ലേ? എൻ്റെ കയ്യിലും 3-4 ഓർക്കിഡുകളുണ്ട്. അത് കിട്ടിയ സമയത്ത് ഞാൻ മുറ്റത്തുണ്ടായിരുന്ന മാവിലൊക്കെ ആയിരുന്നു വെച്ച് പിടിപ്പിച്ചിരുന്നത്. അത് പോട്ടിലേക്കൊന്നും മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലെല്ലാം പൂക്കൾ ഉണ്ടാവുകയും ചെയ്ത. ഇപ്പം മരങ്ങളെല്ലാം വളർന്നങ്ങ് വലുതായി കഴിഞ്ഞപ്പം നല്ല കാര്യമായി വെയിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പൂക്കളും ഉണ്ടാകുന്നില്ല. എന്നാൽ പിന്നെ ഇവരെയെല്ലാം സംയോജിപ്പിച്ച് ഒരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു പൈപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൽ വീട് മാറ്റൊക്കെ ചുറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എൻ്റെ ഒരു ബക്കറ്റ് പൊട്ടിയതാണ്. ഒരു വാട്ടർ കളറായിരുന്നുകൊണ്ട് ഞാൻ അതിനെ ഒരു വെള്ള പെയിൻ്റ് അടിച്ച് മിനുക്കിയെടുത്തു. കാറ്റ് വന്നാലും മഴ വന്നാലും വീഴാതിരിക്കാൻ പാകത്തിന് നല്ല ഹെവി ആയിട്ട് മണ്ണിട്ട് കൊടുത്ത് ആ പൈപ്പ് അങ്ങ് ഇറക്കി ഫിക്സ് ചെയ്ത് വെച്ചു. വെള്ള കളർ വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടായില്ല. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ചെളി തെറിച്ചത് പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലൊരു ടെറാക്കോട്ടയുടെ പെയിൻ്റ് ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാനൊന്ന് അടിച്ചു കൊടുത്തു. എന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന 2 പോട്ട് ഓർക്കിഡ് എടുത്ത് അതിൽ ഹാങ് ചെയ്ത് കൊടുത്തു. ഓരോ ചെറിയ തെയ്യം കിട്ടുന്ന സമയത്ത് അത് ഞാൻ മാവിലൊക്കെ വെച്ച് കൊടുത്തിരുന്നു. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ചെറിയ പുഴുക്കളൊക്കെ വന്ന് അതിൻ്റെ ഇലകളൊക്കെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതങ്ങോട്ട് പച്ച പിടിച്ചു വന്നാണ്. എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി തന്നൊരു തൈയായത് വെള്ള കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഡിസംബർ സമയത്താണ് ഇത് ലാസ്റ്റ് പൂവിട്ടത്. മാവ് അധികം പൊക്കമൊന്നും ഇല്ലാതെ ചെറുതായിരുന്ന സമയത്ത് കൊണ്ടുപോയി നട്ടതായിരുന്നു. അന്ന് ഒരേ ഒരു തവണ ഇത് പൂവിട്ടുള്ളൂ, ഒരു പർപ്പിൾ ആൻഡ് വൈറ്റ് കളറിൽ. പിന്നെ ബ്രാഞ്ചസ് എല്ലാം വന്ന് ഇതങ്ങ് പടർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഷെയ്ഡാണ് അടിയിൽ. ഇനി ഇവരെല്ലാം അപ്പുറത്ത് പുതിയതായിട്ട് വെച്ച പൈപ്പിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്.